പുരക്ക് കുറ്റിയടിക്കുന്നതായ സംഗതിയെക്കുറിച്ച് പറയുന്നത്, ഓരോ മാസത്തിലും പുരക്ക് കുറ്റിയടിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അറബി മാസമാണ് നോക്കുന്നത്. മുഹറം, സഫർ, ഈ 2 മാസത്തിൽ പുരക്ക് കുറ്റിയടിച്ചാൽ ഇടങ്ങേറ് മാറൂല. ആ വീട്ടിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരിക്കും. റബീഉൽ അവ്വലിൽ കുറ്റിയടിക്കാം, ബർക്കത്തും സന്തോഷവും ഉണ്ടാവുന്നതാണ്. അതുപോലെ കുട്ടികൾ ഒരുപാട് അടിക്കടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ വീട്ടിൽ റബീഉൽ അവ്വലിൽ കുറ്റിയടിച്ച വീട്ടിൽ. റബീഉൽ ആഖിറിൽ കുറ്റിയടിക്കുന്നത് നല്ലതല്ല. കേടും കിലശവും, അതായത് പരസ്പരം വീറും വാശിയും ഒരു നാളും മാറുകയില്ല. ആ പുരയിൽ ഒരിക്കലും സുഖവും ഉണ്ടാവുകയില്ല. എപ്പോഴും സുഖക്കേടായിരിക്കും. അതുപോലെ ജുമാദുൽ അവ്വലിൽ നല്ലതാണ്. ജുമാദുൽ അവ്വലിൽ റബീഉൽ ആഖിർ കഴിഞ്ഞിട്ട് ജുമാദുൽ അവ്വലിൽ കുറ്റിയടിച്ചാൽ ബർക്കത്തും ധനവും ഐശ്വര്യവും സുഖമായ ജീവിതവും ഒക്കെ ആ വീട്ടിലുണ്ടാവുന്നതാണ്. ജുമാദുൽ ആഖിറിലും അങ്ങനെ തന്നെയാണ്. പൊന്നും പൊരുളും ബർക്കത്തും ഉണ്ടാവും, നല്ലതാണ്. റജബ് നല്ലതാണ്. ആ പുരയിൽ ഐശ്വര്യവും നിഅമത്തും ബർക്കത്തും വന്നെത്തുന്നതാകുന്നു റജബിൽ കുറ്റിയടിച്ചാൽ. ഷഅബാനിലും റമളാനിലും കുറ്റിയടിക്കാനേ പാടില്ല. ഷഅബാനിൽ കുറ്റിയടിച്ചാൽ ആ പുരയിൽ നാശം വന്ന് മുടിഞ്ഞ് ഹലാക്കായി പോകുന്ന. റമളാനിൽ കുറ്റിയടിച്ചാൽ ആ പുര തീ പിടിച്ച് കത്തിപ്പോകുന്നതാണ്. ശരിക്കും കുറ്റിയടിക്കേണ്ട മാസം ശവ്വാൽ മാസമാണ്. ശവ്വാലിൽ ആ പുരയിൽ നിഅമത്തും ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതാണ്. എപ്പോൾ? ശവ്വാലിൽ. ദുൽഖഅദയിൽ പറ്റൂല. ദുൽഖഅദയിൽ ആ പുരയിൽ നമീമത്തും ഗീബത്തും ഫസാദും ഉണ്ടാവും ദുൽഖഅദയിൽ കുറ്റിയടിച്ചാൽ. അപ്പോൾ ശരിക്കും കുറ്റിയടിക്കേണ്ടത് ശവ്വാൽ മാസം, അതുപോലെ ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, റജബ്. ഓക്കെ. അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ സന്തോഷത്തിലാക്കട്ടെ. തുടങ്ങി വെച്ച വീടുകളൊക്കെ അള്ളാഹു മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരട്ടെ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹു നീക്കി സന്തോഷവും റാഹത്തും, മക്കൾക്കൊക്കെ പരീക്ഷകളിലും വിജയവും, അതുപോലെ ജോലിയിൽ ഉയർച്ചയും, നല്ല ഇണകളും മക്കളും കുടുംബവും വെള്ളവും അയൽക്കാരും ഭക്ഷണം ഒക്കെ അള്ളാഹു നല്ലതാക്കി തരട്ടെ. ജീവിതം മുഴുവൻ ആഫിയത്തിലും സന്തോഷത്തിലും ഇസ്സത്തിലും ഐശ്വര്യത്തിലാക്കി ഈമാനോട് അള്ളാഹു സലാമത്താക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ട്, പ്രയാസം, കേട്, കിലശങ്ങൾ, അതുപോലെ രോഗങ്ങൾ, സിഹർ, കണ്ണേറുകൾ, ശൈത്താനിയത്ത്, റൂഹാനിയത്ത്, കേടുകൾ, എല്ലാ ഇടങ്ങേറുകൾ, എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റി നമ്മളെല്ലാവരും സന്തോഷത്തിൽ ഐശ്വര്യത്തിലാക്കട്ടെ. ദുആകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ.